എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന 5xന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ടു ഡാഷ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സിന് പകരം y ആണ് തന്നിരിക്കുന്നതെങ്കിൽ y നമുക്ക് dy ബൈ ഡി എക്സ് എന്ന് എഴുതാം. അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നതിന് ഇക്വേഷൻ ഉണ്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്നതാണ് നമ്മളെ ഇക്വേഷൻ. അതുപയോഗിച്ചിട്ടാണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5xന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സ് എന്താണെന്ന് എടുത്ത് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണെന്ന് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് കൊടുക്കുക. 5 ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. ഇതിങ്ങനെ വെച്ചിരുന്നാൽ പറ്റില്ല, അതിനെ ഓപ്പൺ ചെയ്ത് കറക്റ്റ് ചെയ്യുക. 5 ഇൻറ്റു 5x പ്ലസ് 5h എന്നാണ് അതിനെ ഓപ്പൺ ചെയ്തപ്പം കിട്ടിയത്. അത് കഴിഞ്ഞതിന് ശേഷം എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് നമ്മൾ നേരത്തെ എടുത്ത് എഴുതിയായിരുന്നു. ഇനി നമുക്കിത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. therefore എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 5x പ്ലസ് 5h എന്നാണ്. മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5x ആണ് ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് 5x മൈനസ് 5x വെട്ടിപ്പോയി. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 5h ബൈ എച്ച് എന്ന് കിട്ടി. 5ഉം 5 വെട്ടിപ്പോയി. ലിമിറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതേ നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5 കിട്ടി. അല്ലെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5xന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഇങ്ങോട്ട് വരാവുന്നതാണ്.